നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അതിക്രൂരമായിട്ടുള്ള രണ്ട് കൊലപാതകങ്ങൾ രണ്ടിടത്താണ് സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും അതിന്റെ നടുക്കുന്ന വിശദാംശങ്ങളാണ് പുറത്തു വരുന്നത്. ഡൽഹിയിൽ ഭാര്യയെയും 3 പെൺകുട്ടികളെയാണ് സ്വന്തം പിതാവ് തന്നെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയിരിക്കുന്നത്. പ്രേംചന്ദ് പാർക്കിലാണ് സംഭവം നടന്നിരിക്കുന്നത്. മുൻചുൻ കെവാട്ട് എന്ന് പറയുന്ന യുവാവാണ് 2 മാസം ഗർഭിണിയായ ഭാര്യയെയും അതുപോലെ തന്നെ പെൺകുട്ടികളെയും അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനുള്ള കാരണമാണ് ഏറെ നടുക്കുന്നത്. കാരണം മകനോടുള്ള അമിതമായ ഇഷ്ടമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് നിഗമനം. 27 വയസ്സാണ് ഈ ഭാര്യയ്ക്ക് പ്രായം. 2 മാസം ഗർഭിണിയാണ് ഭാര്യ. അനിത എന്ന് പറയുന്ന ഭാര്യയെയും 3, 4, 5 എന്നിങ്ങനെ പ്രായമുള്ള പെൺമക്കളെയുമാണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അവസ്ഥയിൽ അയൽവാസികൾ ആദ്യം കണ്ടെത്തിയത്. ബുധനാഴ്ച രാവിലെയായിരുന്നു സംഭവം നടക്കുന്നത്. മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ചാണ് 4 പേരുടെയും കഴുത്തറത്തതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. മുറിവുകൾ വളരെ ആഴത്തിലുള്ളതായിരുന്നുവെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതായത് പിഞ്ചു കുഞ്ഞുങ്ങളാണ്. 3, 4, 5 വയസ്സ് മാത്രമാണ് പ്രായം. അവർക്കൊന്ന് എതിർക്കാൻ പോലും പറ്റാത്ത പ്രായമാണ്. എന്തിനാണ് ഇത്തരത്തിൽ അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നത്? ഈ പറഞ്ഞതുപോലെ മകനോടുള്ള അമിതമായ വാത്സല്യം മാത്രമാണോ, മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊലപാതകത്തിന് പിന്നിലുണ്ടോ എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കുന്നത്. കൊലപാതകത്തിന്റെ കാരണം എന്താണെന്നറിയാനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുന്നുണ്ടെന്നും പോലീസ് പറഞ്ഞു. മകനോടുള്ള ഇഷ്ടക്കൂടുതലാണോ കൊലപാതകത്തിന് കാരണമെന്നും സംശയമുണ്ട്. കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിക്കായി അന്വേഷണം ഊർജിതമാണെന്നും പോലീസ് പറഞ്ഞു. അനിതയും മുൻചുൻ കെവാറ്റും ബീഹാർ സ്വദേശികളാണ്. 2 വർഷം മുമ്പാണ് പ്രേംചന്ദ് പാർക്കിലേക്ക് താമസം മാറിയത്. ബുധനാഴ്ച രാവിലെ അയൽവാസികളാണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അനിതയെയും പിഞ്ചു കുഞ്ഞുങ്ങളെയും കണ്ടെത്തിയത്. മൂർച്ചയുള്ള ഒരു ആയുധം ഉപയോഗിച്ചാണ് 4 പേരുടെയും കഴുത്തറത്തതെന്നും മുറിവുകൾ വളരെ ആഴത്തിലുള്ളതാണ് മരണകാരണമെന്നും പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കൊലപാതകത്തിന്റെ കാരണം എന്താണെന്നറിയാനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുന്നുണ്ടെന്ന് പോലീസ് പറഞ്ഞു. മകനോടുള്ള ഇഷ്ടക്കൂടുതലാണോ കൊലപാതകത്തിന് കാരണമെന്നും സംശയമുണ്ട്. കൊലപാതകത്തിന് ശേഷം പ്രതിയെ അവിടെ കാണാനില്ല. നാട്ടുകാരുടെയും പോലീസിന്റെ സഹായത്തോടെ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ഇരുവരും തമ്മിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ളത് കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും മകനെ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെയാണ് മകനോടുള്ള അമിതമായിട്ടുള്ള സ്നേഹവും അതുപോലെ പെൺമക്കളോടുള്ള ഇത്തരത്തിലുള്ള ദേഷ്യമാണോ ഈ ഒരു പിതാവിനെ ഈ ക്രൂരകൃത്യം ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് പോലീസ് അന്വേഷിച്ചു വരികയാണ്. പ്രതിക്കുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഉത്തർപ്രദേശിലെ മുസാഫർ നഗറിൽ പെൺമക്കൾ ചേർന്ന് ഉറങ്ങിക്കിടന്ന പിതാവിനെയും കഴുത്തറുത്തു കൊന്നു. അവിടെ ഒരു പിതാവാണ് ഇത്തരത്തിൽ 3 പെൺമക്കളെ കൊന്നതെങ്കിൽ ഇവിടെ നേരെ തിരിച്ച് പെൺമക്കളാണ് ഉറങ്ങിക്കിടന്ന പിതാവിനെ കഴുത്തറുത്തു കൊന്നിരിക്കുന്നത്. ഞായറാഴ്ച രാത്രിയാണ് കർഷകനായ 60 വയസ്സുകാരൻ കൊല്ലപ്പെട്ടത്. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് 16ഉം 32 വയസ്സുള്ള പെൺമക്കൾ പിടിയിലായത്. ഇരുവരും ചേർന്ന് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത പ്രകാരം പിതാവിനെ കൊലപ്പെടുത്തുകയായിരുന്നെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. കുടുംബത്തിനുള്ളിൽ തന്നെ പെൺമക്കളോട് വിവേചനം കാണിച്ചതിൽ പ്രകോപിതരായാണ് കൊലപാതകം നടന്നിരിക്കുന്നത്. കാരണം പലപ്പോഴായിട്ട് പല വിവേചനങ്ങളും പെൺമക്കളോട് കാണിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ 2 പെൺമക്കളും ചേർന്ന് പിതാവിനെ കൊല്ലാനായിട്ട് ദിവസങ്ങളായി പദ്ധതി ഇട്ടിരുന്നു. തുടർന്ന് ഞായറാഴ്ച രാത്രി അമ്മയുൾപ്പെടെ കുടുംബാംഗങ്ങൾക്ക് ഉറക്കഗുളിക ചേർത്ത ഭക്ഷണം നൽകി മയക്കി കിടത്തി. ശേഷം ഉറങ്ങിക്കിടന്ന പിതാവിനെ ഇരുവരും ചേർന്ന് മൃഗീയമായി കൊലപ്പെടുത്തുകയായിരുന്നു. അതിൽ ഇളയ മകൾ കാലുകൾ മുറുകെ പിടിക്കുകയും മൂത്തയാൾ അടുക്കളയിലേക്ക് പോയി അവിടെ കത്തി ഉപയോഗിച്ച് കഴുത്തിറക്കുകയും ചെയ്തു. കൊലപാതകത്തിന് ശേഷം ഇരുവരും ഒന്നും അറിയാത്തവരെ പോലെ തന്നെ കിടന്നുറങ്ങി. തിങ്കളാഴ്ച പുലർച്ചെ ഉണർന്ന വീട്ടിലെ മറ്റുള്ളവരാണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിൽ ഗൃഹനാഥനെ കണ്ടെത്തുന്നത്. പോലീസ് എത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ഈ സമയമെല്ലാം പെൺകുട്ടികൾ കൂസലില്ലാതെ നിന്നതാണ് സംശയത്തിന് ഇടയാക്കിയത്. അതായത് മറ്റുള്ള ആളുകളുടെ മുഖത്തുണ്ടായിരുന്ന ഒരു സങ്കടമോ ഭയമോ അല്ലെങ്കിൽ ഒരു ദുഃഖമോ ഒന്നും തന്നെ ഇവരുടെ മുഖത്ത് കാണാനായിട്ട് സാധിച്ചില്ല. പിന്നാലെയാണ് പോലീസ് ഈ 2 പെൺമക്കളെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. ഇതോടെ ഇരുവരും കുറ്റം സമ്മതിക്കുകയായിരുന്നു. ചോദ്യം ചെയ്യലിൽ പിതാവിന്റെ പെരുമാറ്റത്തിൽ തങ്ങൾ അസ്വസ്ഥരായിരുന്നുവെന്നും മകനോടും പെൺമക്കളോടും 2 രീതിയിലാണ് പെരുമാറിയിരുന്നതെന്നും അവർ പറഞ്ഞു. അവിവാഹിതയായി തുടരുന്നതിനും വീട്ടിൽ തന്നെ കഴിയുന്നതിനും ജോലിക്ക് പോകാത്തതിലും പിതാവ് ഇടയ്ക്കിടെ തങ്ങളെ ശകാരിക്കുകയും പരിഹസിക്കുകയും ചെയ്യാറുണ്ടെന്നും സഹോദരിമാർ പറഞ്ഞു.
തുടർന്ന് നടത്തിയ തിരച്ചിലിൽ കുടുംബാംഗങ്ങളെ ഉറക്കിക്കിടത്താൻ ഉപയോഗിച്ച ഉറക്ക ഗുളികകളും പിതാവിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധവും പോലീസ് കണ്ടെടുത്തു. മാത്രമല്ല, കൊലപാതകം നടത്തുമ്പോൾ ഇരുവരും ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ രക്തം പുരണ്ട നിലയിലായിരുന്നു. കാലിത്തീറ്റയ്ക്കിടയിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയതായും പോലീസ് പറഞ്ഞു. അതായത് പ്രധാനപ്പെട്ട തെളിവുകളൊക്കെ തന്നെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ ഭോപ്പ പോലീസ് സ്റ്റേഷനിൽ BNS സെക്ഷൻ 103 അതായത് കൊലപാതകം പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ ഇരുവരെയും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ഇപ്പോഴും പല ഇടങ്ങളിലും പെൺമക്കളോടുള്ള വിവേചനം അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊക്കെ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇപ്പോഴും ചില മേഖലകളിലൊക്കെ തന്നെ പെൺമക്കളോടുള്ള അല്ലെങ്കിൽ പെൺകുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ അവരോടുള്ള ഒരു വിവേചനം അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇന്നും പല നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഈ വിവേചനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഇവർക്കൊക്കെ നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസം നേടാനായിട്ട് സാധിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ചിന്താഗതി മാറ്റാനായിട്ട് സാധിക്കുമായിരുന്നു. ഇപ്പോൾ അത് തന്നെയാണ് ആ കൊലപാതകത്തിന് കാരണം. ഒരുപക്ഷെ സ്വന്തം പിതാവിനെ ഈ പെൺകുട്ടികൾ കൊലപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വിവേചനം അവർ കാലങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കണം. മാത്രമല്ല, ഗതികെട്ടായിരിക്കും ഇത്തരത്തിൽ രണ്ട് പെൺമക്കളും ചേർന്ന് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവുക. ഏതായാലും മറ്റേതെങ്കിലും തരത്തിലുള്ള കൊലപാതകത്തിനെ പ്രേരിപ്പിക്കുന്ന കാരണങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ തന്നെ പോലീസ് അന്വേഷിച്ച് വരികയാണ്. ഏതായാലും ഈ രണ്ട് കേസുകളിലും ഇനി ബന്ധുക്കളുടെ അടക്കം അതുപോലെ നാട്ടുകാരുടെയും അടുത്ത സുഹൃത്തുക്കളുടെയൊക്കെ തന്നെ മൊഴി കൂടി പോലീസിനെ ഏറെ നിർണായകമാകും. ഇത്തരത്തിലുള്ള പീഡനങ്ങൾ, ഒരിടത്ത് പെൺമക്കളെ വിവേചനമായിട്ട് കാണുക, അവരെ കൊലപ്പെടുത്തുക, മറ്റിടത്ത് പെൺമക്കൾ തിരിച്ച് ഇതേ രീതി തുടർന്ന് വന്നപ്പോൾ അച്ഛനെ കൊലപ്പെടുത്തുക, ഈ രീതിയാണ് ചെയ്തിരിക്കുന്നത്. രണ്ടിടത്തും ഇനി ബന്ധുക്കളുടെ ഈ പറഞ്ഞതുപോലെ ആളുകളുടെയൊക്കെ തന്നെ മൊഴി കൂടി ഏറെ നിർണായകമാകും. ഇത്തരത്തിൽ ഇപ്പോൾ ആരോപിച്ചിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം തന്നെ യഥാർത്ഥമാണോ എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ഈ വിവേചനം അല്ലെങ്കിൽ ഒരു സൈഡിൽ മകനോടുള്ള അമിത സ്നേഹം, ഇതാണോ അവരെ ഇത്തരത്തിൽ ഒരു കൊലപാതകം, ക്രൂരമായിട്ടുള്ള കൊലപാതകം ചെയ്യാനായിട്ട് നയിച്ചിരിക്കുന്ന കാരണങ്ങൾ എന്നുള്ളതിലാണ് ഇനി വ്യക്തത വരേണ്ടത്. ഏതായാലും തെളിവുകളൊക്കെ തന്നെ ലഭിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് തെളിവുകളുടെയും ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിൽ വളരെ ഗൗരവമായിട്ടുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്.